From KO12 to KO2, we're chasing dreams and skies so blue. With every mile and every smile, our family's love goes the extra mile. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ അനദർ യൂട്യൂബ് വീഡിയോ. ഇന്ന് നമ്മൾ മഴ വന്നിട്ട് അപ്പം നമുക്കിപ്പോൾ വിശപ്പ് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാൻ ആക്കാന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ബിരിയാണി ആക്കാൻ തോന്നി. ഇവിടെ ബാംഗ്ലൂരിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ മോർണിംഗിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർനൂൺ കഴിക്കും, ആഫ്റ്റർനൂണിൻ്റെ ലഞ്ച് ഈവനിങ് കഴിക്കും. സോ ഇപ്പോൾ 2:30 ആവാറായി, 2:15 ആയി. സോ നമ്മളിപ്പോൾ ഓർഡർ ആക്കിയിട്ട് ഇനി കഴിക്കുമ്പോൾ 4:30 ആവും. സോ എൻ്റെ പുതിയ ബിരിയാണി വീഡിയോ കാണണമെങ്കിൽ ഇപ്പം നമ്മൾ ഓർഡർ ആക്കുന്ന ഐറ്റംസ് ഒക്കെ കണ്ടോ? ഓർഡർ ആക്കാം. സോ വന്നോളൂ, എൻ്റെ കൂടെ നിങ്ങൾ ഓർഡർ ആക്കിക്കോളൂ. ഞാൻ ഇപ്പോൾ ജെപ്റ്റോലൊക്കെ ഇടാൻ പോവാം എന്തൊക്കെ സാധനം വേണമെന്ന്. ഓക്കെ, ആദ്യം നമുക്ക് റൈസ് വേണം. സോ ഞാൻ ബാസുമതി റൈസ് ഓർഡർ ആക്കാം. ബാസുമതി റൈസ്. അത് വേണ്ട. കാഷ്യൂനട്ട് ഒന്നുമില്ല. കാഷ്യൂനട്ട് ഉണ്ടല്ലോ. ടൊമാറ്റോ ചില്ലി ഉണ്ട്. പൊട്ടാറ്റോ ആ അത് ഞാൻ അങ്ങനെ പൊട്ടാറ്റോ ഇല്ല, ടൊമാറ്റോ പൊട്ടാറ്റോ എടുത്തില്ല. ഇത്രയൊക്കെ നമ്മൾ ഓർഡർ ആക്കി 22 മിനിറ്റ്സ് എടുക്കും. സോ വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ആക്കാം. വന്നപ്പോൾ കാണിച്ചിട്ട് തരാം. 1 hour later. എന്റെ ഓർഡർ വന്നു. ഇപ്പൊ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ എന്തൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടെന്ന്. ആദ്യം പ്ലീസ് ഗൈസ്, ഹലോ, ആദ്യം ഇതെന്താ? കിസസ്, ഹർഷി കിസസ്. ഇവർക്ക് ചോക്ലേറ്റ് കഴിക്കാനെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് ഇത് ഓർഡർ ആക്കിയ. അതിന്റെ കൂടെ ക്യാരറ്റ്, ഇച്ചിരി ചെറിയ യോഗട്ട്, പിന്നെ കേർഡ്, നന്ദിനി. ഇവിടുത്തെ നല്ല കേർഡാ, നന്ദിനി കേർഡ്. ഇതു പിന്നെ മിന്റ്, പിന്നെ ഇതെന്താ? കൊറിയണ്ടർ ലീഫ്, അതും ടൊമാറ്റോ. പിന്നെ വളരെ വേണ്ടപ്പെട്ട ഒരു സാധനം, ഇതെന്താ? ബാസുമതി റൈസ്. ബാംഗ്ലൂരിൽ എന്ത് ഓർഡർ ആക്കിയാലും പെട്ടെന്ന് എത്തും. ഈ കവർ നോക്കിക്കോ, ആ മഴയിൽ പോലും അവ കൊണ്ട് തന്നിട്ടുണ്ട്. സോ എന്താ പറയാ, ഇപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാ. ഗ്യാസ് ഓൺ ആക്കാം. ഇതെന്റെ ഫുഡ് വ്ലോഗല്ല, വെറുതെ ഒരു വ്ലോഗ്. ഞാൻ പറയാം. ഇത് ഓനിയൻ, കന്നഡത്തിൽ ഈരുള്ളി എന്ന് പറയും. ഇത് ടൊമാറ്റോ, കന്നഡത്തിലും ടൊമാറ്റോ എന്ന് പറയും. മലയാളത്തിൽ തക്കാളി, കന്നഡത്തിൽ ടൊമാറ്റോ എന്നേ പറയത്തുള്ളൂ. ഇത് ചില്ലി, കന്നഡത്തിൽ മെണസിനക്കായി എന്ന് പറയും. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ശുണ്ഠി വെള്ളുള്ളി പേസ്റ്റ്. എന്താ വെള്ളുള്ളി പേസ്റ്റ്? യെസ്, ശുണ്ഠി വെള്ളുള്ളി പേസ്റ്റ്. യെസ്. നമ്മളവിടെ ശുണ്ഠി എന്ന് വെച്ചാൽ എന്താ? കോപക്കാരൻ ശുണ്ഠി അല്ല, ഇത് ശുണ്ഠി. ഇത് ശുണ്ഠി. അങ്ങനെ നമ്മളിവിടെ മാംഗ്ലൂർ സൈഡ് പറയും അജ്ജി ശുണ്ഠി എന്ന് പറയും. അയ്യോ, അത് നല്ലതാക്കാന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനൊക്കെ പറയും. വേണ്ട, അത് നല്ലതാക്കായിരിക്കില്ല. എൻ്റെ അമ്മ കേട്ട വളക്ക് പറയും. സോ അത് നമ്മളുടെ കോക്കനട്ട് ഓയിൽ യൂസ് ആക്കാൻ പോവാം. നമ്മൾ
ഓയിൽ ഇടുമ്പോൾ ഞാൻ നല്ലതുപോലെ ഷേക്കായിട്ട് ഒഴിക്കണം. ഷേക്കായിട്ട് ഇടണം. ബിരിയാണി ആകുമ്പോൾ ഇച്ചിരി കൂടുതൽ ഓയിൽ വേണം. ബിക്കോസ് നന്നായിട്ട് ഫ്രൈ ആവണം തോന്നുന്നു. എനിക്കറിയത്തില്ല എന്തിനാ ഓയിൽ ഇടുന്നതിന്. നല്ല ഓയിൽ വേണം, അതറിയാം. എനിക്കറിയത്തില്ല. ഇച്ചിരി ഗീ ഇടണം. ഇത് ഗീ ആൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ പാവപ്പെട്ടവരായതുകൊണ്ട് ഇച്ചിരി ഗീ മേടിച്ചു. വന്നപ്പോ ഇങ്ങനെയല്ലായിരുന്നു, മലയാളികളുടെ കൂടി ഇങ്ങനെയായി. അതാ, പണ്ടൊക്കെ ഇങ്ങനെ അല്ലായിരുന്നു. അങ്ങനെയെന്ന് പറയാനകത്തില്ല, പണ്ട് അങ്ങനെ, ഇപ്പോഴും അങ്ങനെ. രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഹായ് പറയൂ. ഹലോ. സോ ഇപ്പൊ ഞാൻ ഇത് ഹോട്ടായി, എനിക്കൊരു ഇച്ചിരി അത് എടുത്തി തരൂ. ഗരം മസാലാസ്. സോ ഇതാണ് നമ്മുടെ വീട്ടിന്റെ ഗരം മസാല ഡബ്ബ. ഓ സോറി അമ്മേ. കന്നഡത്തില് ചക്ക. ഇതെന്തെന്ന് അറിയത്തില്ല. ബേ ലീഫ്. ഇതെന്താ പറയാ, ഇച്ചിരി. ഇതൊക്കെ നമ്മളെ ഗരം മസാലാസ്. എന്റെ വെറൈറ്റി ബിരിയാണികള്. എനിക്കറിയത്തില്ല ബിരിയാണി ഇങ്ങനെ ആക്കുന്നതിന്, എന്നാലും ഞാൻ ആക്കിയിട്ട് കാണിച്ചിട്ട് തരാം. ഇതെന്താ നിങ്ങള് പ്രൊഫഷണൽ ബിരിയാണി മേക്കർ അല്ല. ഇതെന്താ പറയുന്നത്? അത് ഗ്രാമ്പു, ക്ലോ. കന്നഡത്തില് തീ കൂടുതലാണ്. ഓക്കെ. അതിന്റെ പേര് കന്നഡത്തിന് പറയും. ഇത് നമ്മുടെ നാട്ടില് പറയും ഏലക്ക. അതൊന്നും ഏലക്ക, അത് സ്മെല്ല് വരും, അത് കുഴപ്പമില്ല. വെച്ചോ, ഇനി വേണ്ട എനിക്ക്. ഇനി പേടിയാവുന്നു. തീർന്നു. ഇല്ല, പെപ്പർ എവിടെയെന്ന് അറിയത്തില്ല, പിന്നെ ഇടാം. എൻ്റെ അമ്മ ഇച്ചിരി പെപ്പർ കൊണ്ടു തന്നിട്ടുണ്ടായി. എവിടെ വെച്ചെന്ന് ഇപ്പോഴും എനിക്കറിയത്തില്ല. സോ ഞാൻ ഇപ്പൊ ഓനിയൻ ഇടാൻ പോവാ. അത്ര പെപ്പർ പൗഡർ ഇല്ലേ? പെപ്പർ പൗഡർ അത് ക്ലീൻ ആക്കണം. മെല്ലെ എടുത്ത് അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി ഇടാൻ പോവാം. ഇച്ചിരി ഉപ്പിടണം, അപ്പം നന്നായിട്ട് ഫ്രൈ ആവും. ബിസ്ക്കറ്റ് ആയിരിക്കും. ഇത് കാണിച്ചോണ്ടേ. എന്റെ ചേച്ചിയുടെ പുതിയ വാട്ടർ ബോട്ടിൽ ഇങ്ങനെയുണ്ട് ഗൈസ്. അപ്പിന് കാണിച്ചോ, ആ കുടിക്കും. കൊറിയൻഡർ പൗഡർ ഇടാം, ഇച്ചിരി കൂടുതൽ, ഇത്ര മതി. നെക്സ്റ്റ് ചില്ലി പൗഡർ. മതി, മിക്സ് ആക്കൂ.
എത്ര ഉണ്ട് ഇതില്? ഇത് ഫുൾ ലെഗ് പീസ് ആണ്. ലെഗ് ലെഗ് പീസ് പീസ്. ബിരിയാണി. പിന്നെ നമ്മൾ ലെഗ് ബിരിയാണിയാ. എന്താ ഗ്രേവി വേണം നിങ്ങൾക്ക്? ഗ്രേവി കുറച്ച് ഗ്രേവി എടുക്കും. ഗ്രേവി, സോറി ഗൈസ്, ക്രേവിങ്സ് വേണ്ടല്ലേ? ഞാൻ ദമ്മടിക്കുക ഇപ്പം. ഞാൻ ദമ്മടിക്കുക. ഇത് എൻ്റെ സ്റ്റൈലാ. സോ നമ്മളിങ്ങനെ റൈസ് എടുക്കാം. ഇച്ചിരി ഓഫാക്കാം. റൈസ് എടുത്തിട്ട് ഇങ്ങനെ എടുക്കാം. സോ ഇതിൽ ഇങ്ങനെ ഷേക്കാക്കിട്ട് ഇടണം. എങ്ങനെ? ഇങ്ങനെ എടുക്കാം. ഇപ്പോൾ ഇച്ചിരി എടുക്കാം. ഇതിങ്ങനെ മിക്സ് ആക്കുക. ഇച്ചിരി ഇതിൻ്റെ മുകളിൽ കാഷ്യൂസ്, പിന്നെ ഇച്ചിരി നമ്മളാ കേസർ. നോക്കൂ ഗായ്സ്, അല്ല നോക്കൂ, ഞാൻ ഗായ്സിന് പറയത്തില്ല, എല്ലാവരും ഗായ്സിന് പറയും. കേസർ ഇച്ചിരി ഇങ്ങനെ വയ്ക്കണം. അതിൻ്റെ മുകളിൽ ഇത്. അത് കുറച്ച് മതി. അത് ഇച്ചിരി കറുത്തിട്ട് പോയി. ഇങ്ങനെ നമുക്ക് ലാസ്റ്റിൽ ഇടാം. ഇപ്പൊ ഞാനൊരു എൻ്റെ വീട്ടിൽ ദം ഇടാൻ വേണ്ടി ഒന്നും സാധനം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പ്ലേറ്റ് വെക്കാം. പ്ലേറ്റിന്റെ മുകളിൽ ആ കല്ല് എവിടെ? ഈ ഗട്ടിയുള്ള കല്ല് വെക്കാം. അതിന്റെ മുകളിൽ അത് വെക്കാം. സുതമായി ഹലോ. എന്ത് ചെയ്യുന്നു? നമ്മളിപ്പോഴൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ ഒരു എന്താ പറയുന്നത്, ഒരു ഇച്ചിരി കന്നഡ വേർഡ്സ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചു. നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ആദ്യമേ പറയണം. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ആരെങ്കിലും പറയും. എന്റെ കുക്കൊള്ളി തന്നെ. എനിക്ക് ഇഷ്ടു ഓക്കെ. വേറെ എന്തെങ്കിലും വേർഡ് പറയാ? വേറെ പറയടാ. വേറെന്താ പഠിച്ചത്? കൂട്ടായിത്തു. അതെങ്ങനെ അറിയാം നിനക്ക്? മനയോഗി ബന്നി. ബന്നി മനയോഗി തിരിച്ചു വരാമോ? ഹോഗി ബർത്തി. ഞാൻ ഹോഗി ബർത്തി. ഇച്ചിരി കറക്റ്റാ. അപ്പൊ ഞാനത് പറയാൻ വന്നതാ. അല്ല, ഞാൻ പിന്നെ തിരിച്ചു വരാൻ. നാനും ಮತ್ತೆ ಹೋಗಿ ಬರ್ತೀನಿ. പിന്നെ ടങ് ട്വിസ്റ്റർ കൊടുക്കട്ടെ. കാಗೆ ಬುಕ್ಕ ಗುಬ್ಬಿ ಪುಕ್ಕ. കാಗೆ പുക്ക ഗുಬ್ಬി പുക്ക. സ്പീഡായിട്ട് പറയണം. കാಗೆ പുക്ക ഗുಬ್ಬി പുക്ക. കാಗೆ പുക്ക ഗുಬ್ಬി പുക്ക. സ്പീഡ്. കാगे പുക്ക ഗുಬ್ಬി പുക്ക. കാगे പുക്ക ഗുಬ್ಬി പുക്ക. കറക്റ്റാ പറഞ്ഞേ. തിരിക്കട്ടെ. നീ മോള് പറ. നീ പറയുന്ന കാಗೆ പുക്ക ഗുಬ್ಬി പുക്ക. ഗുಬ್ಬി പുക്ക. പുക്ക ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല കേട്ടോ. അവളാണ് എന്നെ കളിയാക്കുന്നത്. സ്പീഡ്. വേണ്ട ഇവിടെ കളിയാക്കി. തുപ്പലില്ലാത്തവൻ പറഞ്ഞു. ഇനി ഒരു ഈസി. ഇതൊക്കെ ഈസിയാ. ಮುಳ್ಳು ಮುಳ್ಳು ಮರದಲ್ಲಿ ಮುತ್ತು ಮುತ್ತು ಕಾಯಿ. മുള്ളു മുള്ളു മരದಲ್ಲಿ മുത്തു മുത്ത് കായ്. മുള്ളുതല്ലി മരದಲ್ಲಿ മുള്ളും തല്ലി മരം തല്ലി. അങ്ങനെ എന്താ പറയാ? മുള്ളുതല്ലി മരದಲ್ಲಿ അല്ല. ശ്രീ ധർമ്മ ശാസ്താ ക്ഷേത്രം. അത്
ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ക്ഷേത്രം ശ്രീധർമ്മശാസ്ത്ര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. നീ പറ. ശ്രീധർമ്മശാസ്ത്ര ശസ്ത്രം. സ്പീഡായിട്ട് വരാം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ശസ്ത്രം. ശാസ്ത്രമല്ല, ശാസ്താ ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശാസ്താ. ശാസ്ത്ര. നോ, ശാസ്താ. Why? Why അല്ല. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം. ശാസ്ത്രമല്ല പൂ, ശാസ്താ. ഇത് വായിക്കും. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം. അല്ലേ? ഒന്ന് തിരുത്തൂ സർ. ഒരു മിനിറ്റ്. വേറെ അമ്പലം പറഞ്ഞാൽ മതിയോ? ആ അമ്പലം മതി. വേറെ അമ്പലം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇവിടെ എഴുതി. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. നീ പറ. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. സ്വാമി. അപ്പോൾ ഇത് പറ, മറ്റേത് പറ. ഏതാണ്? ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശാസ്ത്ര ഇല്ല. പിന്നെന്തത്? ശാസ്ത. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. 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 ശാസ്ത്രാക്ഷേത്രം. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം. ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം. 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 ഇനി റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. ഇങ്ങനെ ക്യാമറ ഉണ്ട്. റെഡ് ബൾബ്. ഇത് റെക്കോർഡാ? റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. നീ പറ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. എന്ത് ചെയ്യുന്ന എങ്ങനെ ചോദിക്കുന്ന? ಏನ್ ಮಾಡ್ತಾ ಇದ್ದೀರಾ? ಏನ್ ಮಾಡ್ತಾ ಇದೀಯಾ? ಏನ್ ಮಾಡ್ತಾ ಇದೀಯಾ? ಮಾಡ್ತಾ ಇದ್ದೀಯಾ? ಏನ್ ಮಾಡ್ತಿದೀಯಾ? ಏನ್ ಮಾಡ್ತಾ? ಏನ್ ಮಾಡ್ತಾ ಇದೀಯಾ? ಏನ್ അത്ര പാടില്ലല്ലോ. എന്ത് ചോദിക്കണേ അത്? ഇത്രയും കിടന്ന് പാടുന്ന സമയം ഉണ്ടെങ്കിൽ ಏನ್ ಮಾಡ್ತಾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ തന്നെ വേണം 1 മണിക്കൂർ. റെഡ് ബൾബ്, ബ്ലൂ ബൾബ്. റെഡ് ബൾബ്. ഞാൻ റെഡ് ബൾബ് എന്ന് പറഞ്ഞാൽ ചേച്ചി ബ്ലൂ ബൾബ്. പോയില്ലേ? റെഡ് ബൾബ്, ബ്ലൂ ബൾബ്, റെഡ് ബൾബ്. ബ്ലൂ ബൾബ്. പത്തനാപുരത്ത് 10 പത്ത് പച്ച തത്ത ഒത്ത് ചേർത്ത് കുത്തിയിരുന്നു. അത് ഞാൻ പറഞ്ഞു. പത്തനാപുരത്ത് പത്തനാപുരത്ത് 10 പച്ച ചത്ത പത്തനാപുരത്ത് 10 ഒത്ത് ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്ത് ചത്ത് കുത്തി. പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്ത് ചത്ത് കുത്തി. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഞാൻ പറയട്ടെ. പത്തനാപുരത്ത് പത്തനാപുരം പറഞ്ഞിട്ട് നീ പോയാ മതി. പത്തനാപുരത്ത് 10 പച്ച തത്ത 10 10 ചത്ത 10 പത്തനായി. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ ചത്ത് കുത്തിയിരുന്നു. ഒത്ത് അല്ല. ചത്ത് കുത്തിയിരുന്നു. ഞാൻ എന്തിനാ ഒത്തു കുത്തിരുന്ന ഒരുമിച്ച് ചത്തിരുന്നാ മതി. പത്തനാപുരത്ത് 10 ചത്തകൾ. പത്തനാപുരത്ത് 10 പത്തനാപുരത്ത് 10 പച്ച തത്ത ഒത്ത് കട്ട്. അയ്യോ ഒരു മിനിറ്റ് ഒന്നുകൂടെ. പത്തനാപുരത്ത് പത്തനാപുരം വിട്. പത്തനാപുരത്ത് ഓ, പത്തന. 10 പച്ച തത്തകൾ ഒത്ത് ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്തല്ല പച്ച പത്തനാപുരത്ത് 10 ചത്ത ചത്തയല്ല, തത്ത. പച്ച തത്തേ. പത്തനാപുരത്ത് 10 പത്തനാപുരത്ത് 10 പച്ച തത്തകൾ പച്ച തത്തകൾ ഒത്തു ചത്ത് കുത്തിയിരുന്നു. ചത്ത് കുത്തിയിരുന്നു. അയ്യോ പാവം അതിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് വെച്ചു. പത്തനാപുരത്ത് 10 പത്തനാപുരത്ത് 10 തത്ത 10. പത്തനാപുരം മാറ്റി കൊടുക്കട്ടോ. മാനത്തൂരാക്കി കൊടുത്തു. ആ 10 തത്തകൾ മാറ്റിയത് 9 ആക്കിയല്ലോ. അങ്ങനെ ചേച്ചിക്ക് എളുപ്പവും. 10 തത്തകൾ കെട്ടി പത്മനാപുരത്ത് പോയത്. പത്തനാപുരത്ത് 10 പച്ച തത്തകൾ 10 ചത്തകൾ ഒത്തു ചത്ത് കുത്തിയിരുന്നു. ഒറ്റ ചത്ത് കുത്തിയിരുന്നു. അതെ പത്തനാപുരത്ത് 10 പച്ച തത്തകൾ 10
പച്ചത്തത്തുകൾ ഒത്തിനാപുരത്ത്. ഒരു കാര്യം കേൾക്കണോ? ഓക്കെ ഇത് മറ്റേ സാധനമാണ് കേട്ടോ. കേൾക്കാൻ പറ്റുന്ന നോക്കണേ. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ. പത്തനാപുരത്ത് 10 തത്തതുകൾ. എനിക്ക് എന്താ തെറ്റ് പറ്റിയത്? 10 തത്തകൾ 10 പട്ടിണിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്തകൾ 10 പച്ചത്തത്തുകൾ ഒത്തു ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 തത്തപത്ത് ഒത്തു ചത്ത് കുത്തിരുന്നു. ഓക്കെ അടുത്തത് ലാസ്റ്റ് ആണ് ഇതില് വേറെ ഒരു ഇല്ല അത് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതാക്കാം. അപ്പൊ മറ്റേ ഇത് പറയാറുണ്ടോ? അതെനിക്ക് പറയാറുണ്ട്. ലോറി റാലി പോലൊരു സൈക്കിൾ റാലി. ഇവന്റെ അടുത്ത് ആദ്യം പറയാം. സൈക്കിൾ റാലി പോലൊരു ലോറി ബാക്കിലോട്ട് റാലി. നീ പറ. സൈക്കിൾ റാലി പോലൊരു ലോറി ലാറി റാലി എന്ത്? സൈക്കിൾ റാലി പോലൊരു സൈക്കിൾ റാലി പോയിരുന്നു. പോലൊരു പോയില്ല പോയൊരു പോലെ സൈക്കിൾ റാലി പോലൊരു ചിരിക്കാൻ കുറെ ഇങ്ങനെ ചിരിച്ചാൽ റാലി പോലൊരു സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ ലോറി സിമ്പിൾ ആയിട്ട് പറയാം. കുഞ്ഞ് സൈക്കിൾ റാലി സൈക്കിൾ റാലി സൈക്കിൾ റാലി പോലൊരു ലോറിയുടെ റാലി. ലോറിയുടെ റാലി സൈക്കിൾ റാലി പോലൊരു ലോറി എന്തിനു പറയുന്നേ ലോറി റാലി പഠിപ്പിക്കായിരിക്കും. അതാ സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ ലാരി പോലൊരു ലോറി ലോറി റാലി 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 സൈക്കിൾ റാലി പോലൊരു ലോറി റാലി നല്ലോണം പറയുന്നത്. നമ്മളെ ക്ലാസ് ഇങ്ങനെ. ഇനി അടുത്തത് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി ലാരി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ ലോറി ലാറി. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ആക്കുവാണ്. സോ ഗായ്സ് ഇന്നത്തെ ഡേ എങ്ങനെയുണ്ട്? അടിപൊളി അടിപൊളി നമ്മള് കൊറേ ചിരിച്ചു അല്ലേ? അതെയാ എന്റെ ബിരിയാണി ഒക്കെ എങ്ങനെയുണ്ടായി? അടിപൊളിയാ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണുന്നവർക്ക് നല്ല രസമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന്. അതുകൊണ്ട് എല്ലാരും ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക.